പ്രൈസ് ദി ലോർഡ്. വീണ്ടും നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. സ്നാപയോഹന്നാൻ തടവിലായിരുന്നപ്പം ഒരിക്കൽ തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കൽ അയച്ചു. ഒരു ചോദ്യം ചോദിക്കാനായിട്ട് അയച്ചത്, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റൊരുത്തനായി കാത്തിരിക്കണമോ? നമുക്കറിയാം, സ്നാപയോഹന്നാനാണ് യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്. ഒരിക്കൽ യേശു കടന്നു പോകുന്ന കണ്ട് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ആ മനുഷ്യൻ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പം, തടവിലായിരുന്നപ്പം തനിക്കൊരു സംശയം തോന്നി, ഇനി ഇവൻ തന്നെയാണോ ഈ യഥാർത്ഥ മശിഹ? യോഹന്നാനിക്ക് സാക്ഷ്യം പറഞ്ഞു. ദൈവം അവൻ്റെ അടയാളം കൊടുത്തു. ആത്മാവ് ആരുടെ മേൽ? പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വസിക്കുന്ന അവനാണ് പരിശുദ്ധാത്മാവിൽ സ്നാനം കഴിപ്പിക്കുന്നവൻ. യോഹന്നാൻ അതും കണ്ടതാ. പക്ഷെ പ്രതിസന്ധിയിലൂടെ കടന്നു പോയപ്പം അവന് സംശയം തോന്നി. അതുകൊണ്ടാണ് തൻ്റെ ശിഷ്യന്മാരെ യേശുവിൻ്റെ അടുക്കിലേക്ക് അയച്ചത്. നമുക്കറിയാം, ദൈവപ്രകാരം നമ്മുടെ വിശ്വാസം തെളിയിക്കപ്പെടുന്നത് പ്രതിസന്ധികളിലും കഷ്ടങ്ങളിലുമാണ്. നമ്മൾ ഇങ്ങനെ വായിക്കും സങ്കീർത്തനങ്ങളിൽ, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ വിശ്വാസം ബാഹ്യതലത്തിൽ നിൽക്കുന്നതായതുകൊണ്ട് തന്നെ ശോധനകളിലൂടെ കടന്നു പോകുമ്പം നമ്മുടെ വിശ്വാസം പതറിപ്പോവാറുണ്ട്. പക്ഷേ അത് തെളിയിക്കപ്പെടുന്നത് ഈ കഷ്ടങ്ങളുടെ വഴിയിലൂടെ മാത്രമേ തെളിയിക്കപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മളെ ഈ കഷ്ടങ്ങളുടെ വഴിയിലൂടെ കടത്തിവിട്ടാണ് നമ്മളെ കൊള്ളാവുന്നവരായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മൾ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 2 കൊരിന്ത്യ ലേഖനം 5-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. അഞ്ചിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു. നമുക്കറിയാം, പുതിയ സൃഷ്ടിയിലൂടെയാണ് ദൈവം നമ്മുടെ ഉള്ളിൽ സ്വർഗീയമായ നിലനിൽക്കുന്ന ഒരു പ്രവൃത്തി ചെയ്യുന്നത്. അപ്പം നമ്മൾ പുതിയ സൃഷ്ടിയായോ ഇല്ലയെന്ന് എങ്ങനെ അറിയുന്നത്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. ആ പുതിയ സൃഷ്ടിക്ക് ഒത്തിരി പ്രത്യേകതകളുണ്ട്. ഇവിടെ രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. പഴയതെന്ന് പറയുമ്പോൾ ഏതാ പഴയത്? ആദാമ്യമായതാ. പുതിയതെന്ന് പറയുമ്പം ദൈവികമായ. നമ്മളിങ്ങനെ വായിക്കുന്നു, ചതിമോളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് സത്യത്തിൻ്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ ആ പുതിയ മനുഷ്യനെ കുറിച്ചാണ് സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. ഇപ്പം പഴയതെന്ന് പറയുമ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? ആദാമ്യമായതാണ്. ആദാമ്യമായെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നമുക്കറിയാം, നമ്മളതിനെക്കുറിച്ച് കുറേ ദിവസങ്ങളായിട്ട് പല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരുന്നത് അല്ലേ. മനുഷ്യൻ്റെ വീണ്ടെടുപ്പിന് 3 ഘട്ടങ്ങളുണ്ട് അല്ലെ. 3 തലങ്ങളിലുള്ള വീണ്ടെടുപ്പാണ് നമുക്കുള്ള. ആത്മാവിലുള്ള വീണ്ടെടുപ്പ്, ദേഹിയിലുള്ള വീണ്ടെടുപ്പ്, ദേഹത്തിലുള്ള വീണ്ടെടുപ്പ്. നമ്മൾ വീണ്ടും ജനിക്കുമ്പം, ആത്മാവിൽ വീണ്ടും ജനിക്കുമ്പം ആത്മാവിലുള്ള വീണ്ടെടുപ്പ് നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുന്നു. ആ തലത്തിലാണ് പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്നത്. ഇനി നമ്മൾ കാര്യങ്ങളെല്ലാം നോക്കി കാണേണ്ടത് ഈ ആത്മാവിൻ്റെ തലത്തിൽ നിന്നുകൊണ്ടാണ്. പക്ഷെ നമ്മൾക്ക് പറ്റുന്നൊരു പരാജയം, നമ്മൾ പണ്ട് ആദാമ്യ തലത്തിൽ ആയിരുന്നപ്പോൾ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കണ്ടോ അങ്ങനെ ഇപ്പോഴും കാണുന്നു എന്നുള്ള നമ്മുടെ പ്രശ്നം.
ഇല്ലേ? ആദാമ്യ തലത്തിലായിരിക്കുമ്പം, ഒരു മരണത്തെ അഭിമുഖീകരിക്കുമ്പം എങ്ങനെ അതിനെ നോക്കി കാണുന്നത്? എങ്ങനെ നോക്കി കാണുന്നത്? അതുകൊണ്ടാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതി, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞാൽ അവരെങ്ങനെ നോക്കിക്കാണുന്നത്? എല്ലാം തീർന്നു, ഇല്ലേ? ഇനി ഒരിക്കലും കാണാനായിട്ട് കഴിയത്തില്ല, അവരുടെ പ്രത്യാശയെല്ലാം തീർന്നു. പക്ഷെ നമ്മൾ പുതിയ തലത്തിൽ നിന്ന് ആ കാര്യത്തെ നോക്കി കാണുമ്പോൾ എങ്ങനെയാ കാണുന്നത്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് അവനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ചെയ്യും. അപ്പം പുതിയ മനുഷ്യൻ എപ്പോഴും ഈ ഒരു പ്രത്യാശയിലാണ് കാര്യങ്ങളെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ദുഃഖമുണ്ടോ എന്ന് ചോദിച്ചാൽ ദുഃഖമുണ്ട്, പക്ഷെ പ്രത്യാശയില്ലാത്തവരെ പോലുള്ളൊരു ദുഃഖമല്ല, അല്ലെ? മാനുഷിക രീതിയിൽ ദൈവം നമ്മളെ സൃഷ്ടിച്ചപ്പം, അല്ലെ, നമ്മൾ ഒത്തിരി സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന മനുഷ്യൻ, അല്ലെ? പ്രഷർ കുക്കറിനൊക്കെ, അല്ലെ, നമുക്കറിയാം, ചൂടായി തിളയ്ക്കുമ്പം ഭയങ്കര സമ്മർദ്ദം ഉണ്ടാവാറുണ്ട്. അപ്പം അതിനൊരു വാൽവ് കൊടുത്തിട്ടുണ്ട്, അല്ലെ? അന്നേരം എന്താ സംഭവിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് വാൽവ് ഉയരും, ഈ സമ്മർദ്ദം ചീറ്റി പുറത്തേക്ക് പോകും. എന്ന് പറഞ്ഞാൽ മനുഷ്യനെയും ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഏകദേശം അതേ തലത്തിൽ തന്നെയാണ്. അതുകൊണ്ടാണ് ലാസറിന്റെ കല്ലറക്കൽ പോയി നിന്ന കർത്താവ് ചുറ്റുപാട് നോക്കി കരയുന്ന തൻ്റെ പ്രിയപ്പെട്ടവരെയും മറ്റുള്ളവരെയും നോക്കിയിട്ട് നമ്മൾ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, കർത്താവ് കണ്ണുനീർ വാർത്തില്ല, കർത്താവ് കരഞ്ഞു. കർത്താവ് എന്തിനാ കരഞ്ഞ? അവിടെ നമുക്കറിയാം, കർത്താവ് അവിടെ നിൽക്കുമ്പം കർത്താവിനറിയാം താനെന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാം. അതുകൊണ്ടാണ് നിന്റെ പ്രിയൻ ദീനമായി കിടക്കുന്നെന്ന് ആളയച്ച് പറയിച്ചിട്ടും കർത്താവ് അവിടെ തന്നെ 2-3 ദിവസം അങ്ങ് താമസിച്ചു പോയില്ല. നമ്മളൊക്കെയാണ് എന്താ ചെയ്യുക? അത് കേട്ട ഉടനെ ഓടിപ്പോകും. പക്ഷെ കർത്താവ് പോയില്ല. കർത്താവിന് അറിയായിരുന്നു മുമ്പോട്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്. ലാസർ മരിക്കും, അവനെ അടക്കം ചെയ്യും, പക്ഷേ പിതാവിൻ്റെ ഇഷ്ടപ്രകാരം താൻ അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. പക്ഷെ ആ ഉയർപ്പിക്കാനായിട്ട് പോയി ആ കല്ലറവാതിക്കൽ നിൽക്കുമ്പോൾ യേശു കരഞ്ഞു. എന്തിനാ യേശു കരഞ്ഞു? ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാ കർത്താവ് അവിടെ കരഞ്ഞു? ഇപ്പം നമ്മളാരേലും ആണെങ്കിൽ ഉയർപ്പിക്കാനായിട്ട് പോയി നിൽക്കുന്നെങ്കിൽ നമ്മൾ കരയോ? നമ്മൾ കരയല്ല. പക്ഷെ കർത്താവ് എന്തുകൊണ്ടാണ് കരഞ്ഞ്? കർത്താവ് കരയാൻ കാരണം പാപം മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തി വെച്ച വിനകളെക്കുറിച്ചും ദുഃഖത്തെക്കുറിച്ചും ഒക്കെ ഓർത്തിട്ടാണ് കർത്താവ് കരഞ്ഞ്. കർത്താവിൻ്റെ ഹിതത്തിൽ മനുഷ്യൻ്റെ പാപമില്ലായിരുന്നു, കർത്താവിൻ്റെ ഇഷ്ടത്തിൽ. നമുക്കറിയാം, ദൈവം സ്വർഗത്തിലെ ദൂതന്മാരുടെ ആരാധനയുടെ മധ്യത്തിലാണ് ജീവിക്കുന്നത്. സറാഫുകൾ 2 ചെറുകൊണ്ട് പറന്ന്, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് മുഖം മൂടി, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ 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 ഇങ്ങനെ ഇടതടവില്ലാതെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്വർഗത്തിൽ നിന്നാണ് ദൈവം ഏദനിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യനുള്ള കൂട്ടായ്മയ്ക്കായിട്ട്. വെയിലാറിയപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന കാലച്ച മനുഷ്യൻ കേട്ടു നമ്മൾ വായിക്കുന്നു. ആ ആരാധനയുടെ ആ പാരമ്യത്തിൽ ജീവിക്കുന്ന ദൈവം അവിടുന്ന് താഴെ ഈ ഭൂമിയിലേക്ക് മനുഷ്യനടുക്കിലേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കൂട്ടായ്മ ആചരിക്കാനായിട്ടാണ്. ദൈവം മനുഷ്യനെ അത്രത്തോളം സ്നേഹിച്ചു, മനുഷ്യനുള്ള കൂട്ടായ്മ ദൈവം അത്രത്തോളം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ പാപം ആ കൂട്ടായ്മ ബന്ധത്തിന് തകർച്ച വരുത്തി. ദൈവം തൻ്റെ പുത്രനിലൂടെ ആ പാപത്തിന് പരിഹാരം വരുത്തി വീണ്ടും മനുഷ്യനും ദൈവമാണ് ഒരു കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അപ്പോൾ ദൈവം നമ്മളെ തൻ്റെ പുത്രനും രക്ഷിതാവ് യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ കൂട്ടായ്മ ബന്ധത്തെ തകർത്ത് കളയുന്ന പ്രക്രിയ എന്ന് പറയുന്നത് പാപമാണ്. മനുഷ്യൻ എന്നുള്ളതിൽ നമുക്കറിയാം, വീണ്ടും ജനിച്ച ഒരു വ്യക്തി നിരന്തരമായിട്ട് ഈ ഒരു പോരാട്ടത്തെ അഭിമുഖീകരിക്കുന്നത്. അവൻ്റെ ആന്തരിക തലത്തിൽ നമ്മൾ ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട് അതിനെക്കുറിച്ച്. ഗലാത്യർ 5:17 ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കും. നമ്മൾ വീണ്ടും ജനിക്കുമ്പം ആത്മാവിൽ വീണ്ടും ജനിച്ചു, ആത്മാഭിലാഷമുള്ളവരായിട്ട് ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തി. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് കാണാനായിട്ട് നിരന്തരമായിട്ട് ജഡാഭിലാഷവും ആത്മാഭിലാഷവും തമ്മിലുള്ളൊരു
പോരാട്ടം നമുക്ക് കാണാനായിട്ട് കഴിയും. പാപത്തിലേക്കുള്ളൊരു വലി നിരന്തരമായിട്ട് നമ്മളെല്ലാം അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ഏതളവിൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നോ ആ അളവിൽ ഈ പരിശോധന ശക്തമാണെന്ന് നമുക്കറിയാം. അവിടെ നമ്മൾ എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തുടർന്ന് അടുത്ത വാക്യത്തിൽ പറയുന്നത്, ആ വാക്യത്തിൽ 2-ാം ഭാഗത്തിൽ പറയുന്നത്, നിങ്ങൾ ഇച്ഛിക്കുന്നത് ചെയ്യാതെ വണ്ണം അവ തമ്മിൽ പ്രതികൂലമല്ലോ. അപ്പൊ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിന്റെ ഇച്ഛ മുഴുവൻ എന്താ? നമ്മളെ എങ്ങനെ ആക്കി തീർക്കണമെന്ന് തൻ്റെ പുത്രന്റെ സ്വരൂപത്തോടെ. അതിനുവേണ്ടിയാണ് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു ഉദ്ദേശത്തോടെയാണ് ദൈവം നമ്മുടെ ജീവിതത്തിലെല്ലാം അനുവദിക്കുന്നത്. റോമർ 8, 28, 29 വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നു. റോമലായന 8-ന്റെ 28, 29 വാക്യങ്ങളിൽ എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് നാം അറിയുന്നു. അപ്പൊ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ, ഒരു പ്രത്യേക ഉദ്ദേശത്തോടെ ദൈവം നമ്മെ വിളിച്ചവരാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നതെല്ലാം നമ്മുടെ നന്മയ്ക്കാണ്. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് 29-ാം വാക്യം നന്മ എന്താന്നുള്ളതാണ്. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദിയാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോടെ അനുരൂപരാകുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഈ നന്മ എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ സ്വരൂപം പ്രാപിക്കുക എന്നുള്ളതാണ്. യേശുക്രിസ്തുവിന്റെ സ്വരൂപം പ്രാപിക്കുക എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചിന്തിക്കുന്നത്? ഈ വാക്യം നമുക്കറിയാമെങ്കിലും എന്താ യേശുക്രിസ്തുവിന്റെ സ്വരൂപത്തോടെ അനുരൂപപ്പെടുക എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? നമ്മളെ ആത്മാവിലാണ് ദൈവം രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മളെ ആത്മാവിൽ വീണ്ടും ജനിപ്പിച്ചു. ഇനി ആ ആത്മാവിനെ യേശുക്രിസ്തുവിന്റെ അതേ സ്വരൂപത്തിലേക്ക് വളർത്തിയെടുക്കുക എന്നുള്ളൊരു പ്രക്രിയ സംഭവിക്കും. നമുക്കറിയാം, ഒരു ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞുരുവാകുമ്പം അതിന് മനുഷ്യന്റെ പ്രകൃതിയല്ല ഉള്ളത്, അല്ലേ? വാൽമാക്രിയുടെയൊക്കെ മോഡലാണ് അതിൻ്റെ ആരംഭം. സാവകാശം അത് വളർന്നൊരു 3 മാസം ആകുമ്പോൾ അതിനൊരു മനുഷ്യന്റെ പ്രകൃതി കിട്ടും. വീണ്ടും അവൻ വളർന്ന അവൻ പുറത്തേക്ക് വരുന്നേ ഒരു മനുഷ്യക്കുഞ്ഞിന്റെ ആകൃതിയിൽ. ആത്മീയമായിട്ടും ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ നമ്മുടെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലേ? നമ്മളെ കണ്ടാൽ ദൈവമക്കളാണെന്ന് ആരെങ്കിലും പറയുമോ? അല്ലെ? നമ്മളെ സൂക്ഷിച്ച് നോക്കിയിട്ട് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? കോപിക്കുന്നവരും മോഹിക്കുന്നവരും പരാതി പറയുന്നവരും അന്യനും പായിക്കുന്നവരും കയ്പുള്ളവരും ധനമോഹികളും മത്സരികളും ശാഠ്യക്കാരും, അല്ലെ? ലോകം അത്ഭുതപ്പെടും. ഇതാണോ ദൈവമക്കളെന്ന് അത്ഭുതപ്പെടുന്ന അവസ്ഥയാണ് നമുക്കുള്ളത്. പക്ഷെ നാം ദൈവവചനം വിശ്വസിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രവൃത്തി നമ്മുടെ ഉള്ളിൽ ചെയ്യാനായിട്ട് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നതനുസരിച്ച് സാവകാശം നമ്മുടെ പ്രകൃതിക്കൊരു മാറ്റം വരാനായിട്ട് തുടങ്ങും. നമ്മുടെ രൂപത്തിന് ഒരിക്കൽ നമ്മളെ നോക്കിയിട്ട് ഇവനാണോ ദൈവമക്കളെന്ന് ചോദിച്ച വ്യക്തികൾ അവരുടെ അഭിപ്രായം മാറ്റാനായിട്ട് തുടങ്ങും. ആ നിലയിലൊരു മാറ്റം ദൈവാത്മാവ് നമ്മൾ വരുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ എന്തുമാത്രം രൂപാന്തരപ്പെടാനായിട്ട് ആഗ്രഹിക്കുന്നു, ഏൽപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രവൃത്തി നമ്മളിൽ നടക്കുന്നത്. നമുക്കറിയാം, അന്ത്യോക്യയിൽ വെച്ചാണ് ശിഷ്യന്മാർക്ക് ക്രിസ്ത്യാനികൾ എന്ന് പേരുണ്ടായത്. അതിന്റെ കാരണം എന്താ? അവർ ക്രിസ്തുവിനെ പോലെ നടക്കുന്നവരായിരുന്നു. അതുകൊണ്ട് ലോകക്കാർ അവരെ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർ ക്രിസ്ത്യാനികൾ എന്ന് വിളിച്ചു. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ചുറ്റുപാടുകളിൽ, നമ്മുടെ ഭവനങ്ങളിൽ നമ്മളെ കാണുന്നവർക്ക് അങ്ങനെ ഒരു മാറ്റം നമ്മളിൽ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ ദൈവം ആ ഒരു പ്രക്രിയയിലേക്ക് നമ്മളെ നടത്താനായിട്ട് എന്താ ചെയ്യുന്നത്? കഷ്ടങ്ങളിലൂടെ നമ്മളെ കടന്നു പോകാനായിട്ടാണ്. ഈ കഷ്ടങ്ങൾ നമ്മളെ തകർക്കാനായിട്ടുള്ളതാണ്. നമ്മളെന്ന് പറയുമ്പം നമ്മുടെ പുറമേയുള്ള മനുഷ്യനെ തകർക്കാനായിട്ടുള്ളതാണ്. ആദാമ്യ സ്വരൂപത്തിലുള്ള നമ്മുടെ ചിന്താഗതികളെ, മനോഭാവങ്ങളെ, ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, നമ്മുടെ സ്വന്തം ശക്തിയൊക്കെ തകർക്കാനായിട്ടാണ്. നമ്മളിന്ന് 90-ാം സങ്കീർത്തനത്തില്, അല്ലെ? 90-ാം സങ്കീർത്തനം നമ്മൾ വായിച്ച്, അല്ലേ? അവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 10-ാം വാക്യത്തിൽ ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. പക്ഷെ മോശയുടെ ആയുഷ്കാലം എത്ര സംവത്സരമായിരുന്നു? ആവർത്തന പുസ്തകത്തിൽ നമ്മൾ അതിനെക്കുറിച്ച് വായിക്കുന്നുണ്ട്. ആവർത്തന പുസ്തകം
അതിൻ്റെ 34 അധ്യായത്തിൽ 7 വാക്യം, ആവർത്തനം 34:7. മോശ മരിക്കുമ്പം അവന് 120 വയസ്സാകുന്നു. പക്ഷെ മോശ ഇവിടെ എന്താ പറയുന്നത്? ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാലും 80 സംവത്സരം. നമുക്കറിയാം ദൈവം മനുഷ്യൻ്റെ ആയുസ് കുറച്ച് അവസാനം മനുഷ്യനെ നിയമിച്ച് 120 സംവത്സരം. അവൻ്റെ ആയുഷ്കാലം 120 സംവത്സരം. ഇവിടെ എന്തുകൊണ്ടാണ് പിന്നെ മോശ 70 അല്ലേ 80 എന്ന് പറയാൻ കാരണം? മിസ്രൈമിൽ നിന്ന് ഫറവോനെ പേടിച്ചോടി പോകുമ്പോൾ മോശയ്ക്ക് 40 വയസ്സായിരുന്നു. മരുഭൂമിയിലെ യാത്രയ്ക്കിടയ്ക്ക് തൻ്റെ രൂപാന്തരത്തിൻ്റെ കാലഘട്ടത്തിൽ താൻ മനസ്സിലാക്കി ഇനി എത്ര സംവത്സരമുണ്ട്? 70 അല്ലെങ്കിൽ 80 സംവത്സരം. 40 സംവത്സരം കഴിഞ്ഞുപോയി. അതുകൊണ്ടാണ് താൻ അങ്ങനെ എഴുതി. മനുഷ്യനോടുള്ള ബന്ധത്തിൽ ദൈവം ഇന്നും അവൻ്റെ ആയുഷ്കാലം 120 സംവത്സരം എന്നാണ് വെച്ചിരിക്കുന്നത്. പക്ഷേ അവിടെ എത്തുന്നവർ വളരെ ചുരുക്കമാണ്. അതിൻ്റെ കാരണം എന്താ? പാപനിമിത്തമാണ് മനുഷ്യൻ്റെ ആയുസ് കുറഞ്ഞു പോകുന്നത്. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിപ്പാൻ തക്കവണ്ണം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണം. അതിനുശേഷമുള്ള മോശയുടെ ജീവിതം നമുക്ക് ശോധന ചെയ്യണേ കാണാൻ കഴിയുന്നൊരു കാര്യം എന്താ? ഈ മിസ്രൈമിൽ നോടിപ്പോയി യിത്രോവിൻ്റെ ഭവനത്തിലെത്തി അവൻ്റെ ആടുകളെ മേയിച്ച് നടക്കുന്ന കാലഘട്ടത്തിൽ മോശയുടെ ഹൃദയം ഈ ജ്ഞാനം കൊണ്ട് നിറഞ്ഞിരുന്നു. ആ ജ്ഞാനത്തിൻ്റെ അനന്തരഫലമായിട്ട് മോശയ്ക്ക് വന്ന മാറ്റം എന്താ പറയാമോ? പ്രാഥമികമായിട്ട് വന്നൊരു മാറ്റം, മോശ ക്ഷിപ്രകോപിയായിരുന്നു. ഒറ്റയടിക്കൊരു മിസ്രൈമിനെ കൊന്ന് കുഴിച്ചിട്ട മോശയാണ്. ഒരിക്കൽ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ ഈ ജാതിയെ നശിപ്പിച്ചിട്ട് നിന്നെ വലിയൊരു ജാതിയാക്കാം. എന്താ മോശയുടെ മറുപടി? പറ്റത്തില്ല, അങ്ങനെ ചെയ്യരുത്. നീ അങ്ങനെ ചെയ്താൽ നിന്റെ ഈ ജനത്തെ പുറപ്പെടുവിച്ച മറ്റ് ജാതികൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ നാമത്തെ തുച്ഛീകരിക്കും. ചിന്തിച്ചു നോക്കി, മോശയ്ക്ക് വന്ന മാറ്റം ശ്രദ്ധിച്ചു നോക്കി. ക്ഷിപ്രകോപിയായിരുന്ന മോശ സൗമ്യനായി തീർന്നു, ദയുള്ളവനായി തീർന്നു. ഈ ദൈവിക ജ്ഞാനം നമ്മൾ എന്താ വരുത്തുന്നത്? 1 പത്രോസ് 2:20 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, നമ്മുടെ കർത്താവിൻ്റെ ഇഷ്ടമായ യേശുക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ. ഈ ദൈവിക പരിജ്ഞാനം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് ജഡത്തിൻ്റെ മാലിന്യങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുന്ന ഒരു പ്രക്രിയ. നമ്മൾ ജ്ഞാനം പ്രാപിക്കും തോറും നമ്മൾ പാപത്തെ വെറുക്കുന്നവരായിരിക്കും. കോപത്തെ വെറുക്കുന്നവർ, അശുദ്ധ ചിന്തകളെ വെറുക്കുന്നവർ, ധനമോഹത്തെ വെറുക്കുന്നവർ, വെറുപ്പിനെ വെറുക്കുന്നവർ. അല്ലെ, നമ്മുടെ കുടുംബജീവിതം ഒന്ന് ശോധന ചെയ്ത് നോക്കി. നമ്മൾ ദൈവിക ജ്ഞാനം പ്രാപിച്ചു നമ്മൾ അവകാശപ്പെടുകയും പരസ്പര ബന്ധത്തിൽ നമുക്ക് ഇതുമാത്രം സ്നേഹം ഉളവായിട്ടുണ്ട്. നമ്മൾ യഥാർത്ഥ ദൈവികജ്ഞാനത്തിലാണ് വളരുന്നെങ്കിൽ നമ്മൾ സ്നേഹത്തിലായിരിക്കും വളരുന്നത്. സ്നേഹത്തിൽ എന്ന് പറയുമ്പം ക്ഷമയിലായിരിക്കും വളരുന്നത്. ദോഷം കണക്കിടാത്തൊരു മനോഭാവത്തിലായിരിക്കും നമ്മൾ വളരുന്നത്. ഭാര്യ-ഭർതൃബന്ധത്തിൽ അപ്പം ഭാര്യയുടെ തെറ്റുകളെ മറയ്ക്കുന്നവരാണോ? ഭാര്യയുടെ തെറ്റുകളിൽ അടയിരുന്നിട്ട് നമ്മുടെ ചിന്താമണ്ഡലം അസ്വസ്ഥമായി അകന്നു പോകുന്നവരാണോ നമ്മൾ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എപ്പോഴും അടുപ്പിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഭാര്യ-ഭർതൃബന്ധത്തിൽ കൂടുതൽ ഒന്നാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിൽ വസിക്കുന്നെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമാധാനത്തിൽ നമ്മൾ വളരാനായിട്ട് നമ്മളെ ദൈവ ആത്മാവ് സഹായിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ചിന്തകൾ ആന്തരികമായിട്ട് പാപത്തെ വെറുക്കുന്നതായിരിക്കും. നമുക്ക് പാപത്തോടുള്ള വെറുപ്പുണ്ടോ നമ്മുടെ ചിന്തകളിൽ? അല്ലേ? ഇപ്പം നമുക്കറിയാം, നമുക്ക് മരണകരമായ ദോഷം ചെയ്യുന്ന എന്തെങ്കിലും അപ്രതീക്ഷിതമായിട്ടൊരു പാമ്പിനെ നമ്മൾ ചവിട്ടിയാൽ നമ്മളെങ്ങനെയാണ് പ്രതികരിക്കുന്നത്? ഒരു വലിയ നിലവിളിയും വിട്ടത്തി ചാടി ഓടി, അല്ലേ? നമ്മൾ നോക്കും എവിടെയെങ്കിലും കടിവല്ലോ, ഇനി കടിച്ചിട്ടില്ലേ പോലും നമുക്ക് എവിടെയൊക്കെ വേദനയോ നീറ്റിലൊക്കെ തോന്നും. കാരണം നമ്മുടെ ഉള്ളു മുഴുവൻ മരണത്തെ ഭയപ്പെടുന്നതും ഈ പാമ്പ് നമുക്ക് മരണം ഉളവാക്കുന്ന നമുക്ക് അറിയാവുന്നത് കൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയുള്ളവരായിരിക്കും. പക്ഷെ നമ്മുടെ ചിന്തകളിൽ ഒരു വെറുപ്പിൻ്റെ ചിന്ത വരുമ്പോൾ നമ്മൾ അങ്ങനെ പ്രതികരിക്കുന്നുണ്ട്. ഒരകൽച്ചയുടെ ചിന്ത, കയ്പിൻ്റെ,
അശുദ്ധിയുടെ ഒരു ചിന്ത വരുമ്പം നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു വലിയ ഭാരവും പ്രയാസവും ഭയവും ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതില്ലെങ്കിൽ അത് കാണിക്കുന്നത് ദൈവികമായൊരു വളർച്ച നമ്മളിൽ സംഭവിക്കുന്നില്ലെന്നുള്ളതാണ്. ദൈവികമായ വളർച്ച സംഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാപത്തോട് പോരാടുന്നതിൽ എബ്രായ ലേഖന കർത്താവ് പറയുന്ന പോലെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കും. നമുക്ക് പഴയ നിയമത്തിലും അതിന് ഉദാഹരണങ്ങൾ കാണാം. ചന്ദ്രക്കും മേശക്കും അഭേദ്യനവും അവർ കൊടുത്തൊരു മുന്നറിയിപ്പ് ഇതാണ്: ഒന്നുകിൽ ഈ പ്രതിമയെ നിങ്ങൾ നമസ്കരിക്കുക, അല്ലെങ്കിൽ തീച്ചൂളയിൽ നിങ്ങളെ ഇടും. അവരുടെ മറുപടി എന്താ? ഞങ്ങളുടെ ദൈവം ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും ഈ പാപം ചെയ്യാൻ ഞങ്ങളെ കിട്ടത്തില്ല, വിഗ്രഹത്തെ നമസ്കരിക്കാൻ ഞങ്ങളെ കിട്ടത്തില്ല. നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ചിന്തകളിൽ സൗരസ്വരന്മാരെ അങ്ങനത്തെ ഒരു പാപത്തോട് അങ്ങനത്തെ ഒരു മനോഭാവം ഉണ്ടോ? കയ്പിൻ്റെ ചിന്തകൾ വരുമ്പം അതിനോട് പോരാടുന്നില്ല, നമ്മൾ പ്രാണത്യാഗത്തിൽ എതിർത്ത് നിൽക്കാറുണ്ട്. എങ്ങനെ കയ്പിൻ്റെ ചിന്തയോട് നമ്മൾ എതിർത്ത് നിൽക്കുന്നത്? എങ്ങനെ പ്രാണത്യാഗത്തോളം? ഒരാളെക്കുറിച്ചൊരു കയ്പിൻ്റെ ചിന്ത വന്നു, നമ്മളെങ്ങനെ അതിനോട് പ്രാണത്യാഗത്തിൽ എതിർത്ത് നിൽക്കുന്നത്? എങ്ങനെ? അതിൻ്റെ പ്രായോഗിക തലം എന്താ? ഇപ്പം നമുക്കറിയാം, ഒരാൾ കയ്പുണ്ടായാൽ നമ്മുടെ പെരുമാറ്റത്തിൽ ആദ്യം അത് പ്രതിഫലിപ്പിക്കപ്പെടുന്നു, അല്ലേ? ഭാര്യ-ഭർത്തൃ ബന്ധത്തിൽ വളരെ പെട്ടെന്ന് തിരിച്ചറിയാം. അപ്പം ഭർത്താവിനോടൊരു കയ്പുണ്ടെങ്കിൽ, ഭാര്യയോട് കയ്പുണ്ടെങ്കിൽ അത് പെരുമാറ്റത്തിൽ ആദ്യം വെളിപ്പെട്ട് വരുന്നത്. അപ്പോൾ ആ കയ്പിനെ എങ്ങനെയാണ് നമ്മൾ ജയിക്കുന്നത്? പെരുമാറ്റത്തിലൂടെ തന്നെയാണ് ജയിക്കുന്നത്. എന്ന് പറഞ്ഞാൽ കയ്പ് വരുമ്പോൾ അകന്നിരിക്കാനുള്ള ഒരു പ്രേരണയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. കുറ്റപ്പെടുത്താനും അകന്നിരിക്കാനും. അതിനെ ജയിക്കുന്നത് എങ്ങനെ? കുറ്റപ്പെടുത്താതിരിക്കുകയും അടുത്ത് ചെല്ലുകയും ചെയ്യുന്ന വഴിയാണ്, ഇല്ലേ? ഇപ്പം നമുക്ക് തോന്നുന്ന ഒരു സഹോദരനോ സഹോദരിക്കോ നമ്മളോട് എന്തോ ഒരു സാത്താൻ അങ്ങനെ പലതും തോന്നി, എന്തോ എന്നോടൊരു ഇതുണ്ട്. അപ്പം നമ്മൾ രാവിലെ വന്നപ്പോൾ ആ സഹോദരനില്ല സഹോദരിയെ കണ്ട് മുഖത്തോട്ട് നോക്കിയപ്പോൾ സഹോദരിയുടെ മുഖം അല്ല സഹോദരൻ്റെ മുഖമൊക്കെ ഇച്ചിരി ഇടിമിച്ചൊക്കെയാണ് ഇരിക്കുന്നത്, ഒരു പ്രസന്നത ഇരുന്നില്ല. അപ്പം ശരിയാത് എൻ്റെ ചിന്ത ശരിയാ. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളും ഇച്ചിരി അകന്ന് നിൽക്കും. അതിനെ എങ്ങനെ ജയിക്കാൻ കഴിയുന്നത്? അവിടെ ആത്മാവിൻ്റെ ചിന്ത എപ്പോഴും ജീവനും സമാധാനവും തരുന്നതാ, ജീവനിലേക്ക് നയിക്കുന്നതാ. അവിടെ അതിനെ ജയിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങോട്ട് ചെല്ലണം. കൈയൊക്കെ കൊടുത്ത് തോളയിലൊക്കെ തട്ടി എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് നമ്മൾ അടുത്ത് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? സാത്താൻ കൊണ്ടിട്ട് ആ കയ്പിൻ്റെ ചിന്തയ്ക്ക് നമ്മുടെ ഉള്ളിൽ ഇരിക്കാൻ കഴിയത്തില്ല. അതവിടുന്ന് ചാടിപ്പോൾ നമ്മൾ ഫ്രീ ആവും, നമ്മൾ സ്വതന്ത്രരാകും. പക്ഷെ സാത്താൻ ജയിക്കുന്ന എപ്പോഴാന്ന് ചോദിച്ചാൽ ആ ചിന്തയ്ക്ക് നമ്മൾ ഇടകൊടുത്ത് അതിൻ്റെ അനന്തരഫലമായിട്ട് പ്രതികരിക്കാൻ നമുക്ക് തോന്നുന്ന ആ പ്രതികരണത്തിൻ്റെ തലത്തിൽ നമ്മൾ നിൽക്കുമ്പോഴായി പരാജയപ്പെടുന്നത്. എപ്പോഴും സാത്താൻ അങ്ങനെയാണ് ഹൃദയങ്ങളെ തമ്മിൽ അകറ്റുന്ന ഒരു പ്രക്രിയ ചെയ്യുന്നത്. നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന വഴിയാണ്. അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മൾ ചെറുതാവും, അല്ലെ നമ്മളെ തന്നെ താഴ്ത്തുന്നൊരു പ്രക്രിയയാണ്. ദൈവത്തിന് ഏറ്റവും ഇഷ്ടം നമ്മളെ തന്നെ താഴ്ത്തുന്നതാണ്. താഴ്ത്തുന്ന ഒരു വ്യക്തിയുടെ അടുക്കൽ ദൈവം എന്ത് ചെയ്യും? ഓടി വരും. പക്ഷെ തന്നെ ഉയർത്തുന്ന ഒരാളുടെ അടുക്കലോ ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു. ദൈവവും നമ്മുടെ ശത്രുപക്ഷത്ത് വരും നമ്മൾ നിഗളത്തിൻ്റെ തലത്തിൽ നിൽക്കുമ്പോൾ. നമ്മളതിനെ താഴ്ത്തുമ്പം ദൈവം നമ്മളോട് ചേർന്ന് വരും. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ അധികം. അതിനൊരു സഹോദരൻ ഇങ്ങനെ പറഞ്ഞത്, അതിൻ്റെ ആക്ഷരിക തലത്തിൽ പ്രായോഗിക തലത്തിൽ ദൈവം നമ്മൾ നിഗളിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ മുന്നിൽ വന്ന് നമ്മളെ പുറകോട്ട് തള്ളിക്കൊണ്ട് പോകും. പക്ഷെ നമ്മൾ താഴ്മയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മുടെ പുറകിൽ വന്ന് നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു പ്രക്രിയ ചെയ്യും. നമ്മുടെ ഉള്ളിൽ നമ്മളെ തന്നെ താഴ്ത്തുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ പ്രാഥമികമായിട്ട് ദൈവം നമ്മുടെ മേൽ വെച്ച അധികാരങ്ങളുടെ മുമ്പിലാണ് നമ്മളെ തന്നെ താഴ്ത്തുന്നത്. ഞാനിപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, നമ്മുടെ പ്രാർത്ഥനകൾ നമ്മൾ പറയാറുണ്ട്, ഞാൻ എന്നെ തന്നെ താഴ്ത്തുന്നു. വാക്കിൽ നമ്മൾ താഴ്ത്താറുണ്ട്, ശരിയാത്. പ്രവൃത്തിയിലോ? വാക്കിൽ താഴ്ത്തുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്, ഇല്ലേ? വാക്കുകൊണ്ട് നമുക്ക് എന്ത് അഭ്യാസവും കാണിക്കാൻ പറ്റും. പക്ഷെ പ്രവൃത്തിയുടെ തലത്തിലേക്ക് വരുന്നിടത്താണ് നമ്മളൊരു മരണം സംഭവിക്കുന്നത്. പ്രവൃത്തിയിൽ എങ്ങനെ നമ്മളെ തന്നെ താഴ്ത്തുന്നത്? നമ്മുടെ മേലെ വെച്ച അധികാരങ്ങളുടെ കീഴിൽ നമ്മളെ തന്നെ താഴ്ത്തുമ്പോഴാണ്, അനുസരിക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കയ്പിൻ്റെ അകൽച്ചയുടെ ചിന്ത വരുന്നിടത്ത് നമ്മളോട് എന്തോ ഇഷ്ടക്കാരുണ്ടെന്ന് തോന്നുന്ന ആളുടെ അടുക്കിലേക്ക് നമ്മൾ ചെല്ലുമ്പം നമ്മെ തന്നെ താഴ്ത്തുക ചെയ്യും. ദൈവം തൻ്റെ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കുകയും കൂടുതൽ വിജയത്തിലേക്ക് നമ്മളെ നയിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മൾ ഈ വഴിയിൽ നടക്കുന്നിടത്ത്
ആണ് നമ്മൾ ഈ സത്യങ്ങൾ അറിയാൻ തുടങ്ങുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി. ആ നന്മ എന്ന് പറഞ്ഞാൽ എന്താ? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോട് കൂടുതൽ അനുരൂപപ്പെടുക. കൂടുതൽ അപമാനം സഹിക്കാനുള്ള മനസ്സ്, നിന്ന സഹിക്കാനുള്ള മനസ്സ്, താഴ്ത്താനുള്ള മനസ്സ്, സ്വയമായിട്ട് മരണത്തിന് ഏൽപ്പിക്കാനുള്ളൊരു മനസ്സ് നിരന്തരമായിട്ട് നമ്മുടെ ഉള്ളിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അന്നേരമാണ് ഞാൻ കുറയണം, അവനോ വളരണമെന്ന് നമ്മൾ ദൈവത്തിൽ വായിക്കുന്ന ഒരു പ്രക്രിയ നമ്മൾ നടക്കുന്നത്. ഞാൻ ആദാമ്യമായിട്ട് എന്നിലുള്ളത് കുറയാൻ തുടങ്ങും. പക്ഷെ പലപ്പോഴും നമ്മൾ കഠിനന്മാരായതുകൊണ്ട് തന്നെ ഇല്ല, ചില പിള്ളേരോടൊക്കെ ഒരു നോട്ടം മതി, അവരനുസരിക്കും. ചിലരെ നമ്മൾ വാക്കുകൊണ്ട് ശകാരിച്ചാലേ അനുസരിക്കുകയുള്ളൂ, ചിലരോ അടി കിട്ടിയാലേ അനുസരിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ ആഗ്രഹം നമ്മളെ അടിക്കണമെന്നല്ല. 89 സങ്കീർത്തനത്തിൽ നമ്മളിങ്ങനെ വാക്യം വായിക്കുന്നുണ്ട്. അതിൻ്റെ 30 വാക്യങ്ങൾ, 89-ന്റെ 30 മുതൽ. മതി. ഇങ്ങനെ എനിക്കെതിരായിട്ട് അവർ നടക്കുമ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നേ? ഞാൻ അവരുടെ ലംഘനങ്ങളെ വടികൊണ്ടും അവരുടെ അകൃത്യത്തെ ദണ്ഡനം കൊണ്ടും സന്ദർശിക്കും. എബ്രാഹിമിൽ നമ്മൾ വായിക്കുന്നു, മകനെ കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്, അവൻ ശാസിക്കുമ്പോൾ മുഷിയും വരുത്. നമ്മൾ ആരെയും പറയുന്നതെല്ലാം അനുസരിക്കുന്ന പിള്ളേരെ തല്ലാറുണ്ടോ? ഉണ്ടോ? ഇല്ല. നമ്മൾ അവരോട് കൂടുതൽ ഒരു അറ്റാച്ച്മെൻ്റാണ് നമുക്കുണ്ടാകുന്നത്, അല്ലേ? പക്ഷെ ഇവിടെ എപ്പോഴാണ് നമുക്ക് അടി കിട്ടുന്നത്? എപ്പോഴാണ്? അനുസരിക്കാതിരിക്കുമ്പം, കൽപ്പനകളെ ലംഘിക്കുമ്പം. ഞാൻ അവരുടെ ലംഘനത്തെ വടികൊണ്ട്. ദൈവത്തിൻ്റെ വടിയെന്ന് പറയുമ്പോൾ എന്തൊക്കെയാ? രോഗമാകാം, കഷ്ടങ്ങളാകാം, പട്ടിണിയാകാം. എന്നാൽ ദൈവഭക്തന്മാരായിട്ടുള്ളവർക്കും ഈ കഷ്ടതയും പട്ടിണിയൊക്കെ ഇല്ലേ? ഉണ്ട്. നമ്മൾ ആദ്യ നൂറ്റാണ്ടിലാണെങ്കിലും ഈ നൂറ്റാണ്ടിലാണെങ്കിലും ദൈവഭക്തന്മാരെ നോക്കുമ്പോൾ അവരെല്ലാം ഈ കഷ്ടതയുടെ വഴി നടന്നവരാ. അതുകൊണ്ട് അവർ ഭക്തരിങ്ങനെ പാടിയത്, കഷ്ടതകൾ ദൈവമേ എൻ അവകാശം തന്നെയല്ലോ, തങ്ക കഷ്ടതകൾ സഹിപ്പാനും പ്രാപ്തിത. ഈ കഷ്ടതകളിലൂടെയാണ് നമ്മളും തികഞ്ഞവരായിത്തീരുന്നത്. കർത്താവ് അങ്ങനെ തികഞ്ഞവനായി തീർന്നത്. അവൻ കഷ്ടങ്ങളാൽ, എബ്രായൻ 5-ാം അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്ന, അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നു, തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. ഈ കഷ്ടങ്ങളിലൂടെ ദൈവം ചെയ്യുന്നൊരു പ്രക്രിയ നമ്മളെ ഉടച്ച് തൻ്റെ അതേ സ്വരൂപത്തിലേക്ക് വാർത്തെടുക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ കഠിനന്മാരായിരിക്കുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന് നമ്മളെ, നമുക്കറിയാം, ഒരു കുശവനൊരു പാത്രം നിർമ്മിക്കുമ്പോൾ കളിമണ്ണിനെ എന്താ ചെയ്യുന്നത്? വെള്ളമൊഴിച്ച് ചവിട്ടി കുഴയ്ക്കുക ചെയ്യുന്നത്. ആദ്യത്തെ പ്രക്രിയ അതാ. ചവിട്ടി കുഴച്ച് അതിൻ്റെ വ്യക്തിത്വം ഇല്ലാതാക്കി തീർത്തിട്ടാണ് അതിനെ ഒരു പാത്രമായിട്ട് രൂപാന്തരപ്പെടുത്തുന്നത്. നമ്മുടെ ഉള്ളിൽ ദൈവം ഈ ക്രിസ്തുവിൻ്റെ സ്വരൂപത്തോട് നമ്മളെ അനുരൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയ ചെയ്യുമ്പം നമ്മളിലും ആദ്യം ചെയ്യുന്ന ഈ തകർച്ചയുടെ വഴിയിലൂടെ നമ്മളെ നടത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ദൈവം വടി ഉപയോഗിക്കും. ദണ്ഡനം എന്ന് പറഞ്ഞാൽ എന്താ? ദണ്ഡിപ്പിക്കുക. മത്തായി 18 കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ആ ക്ഷമിക്കാത്ത, വലിയൊരു കടം ക്ഷമിച്ച് കിട്ടിയിട്ട് തൻ്റെ ഒരു ചെറിയ കടം ക്ഷമിച്ചു കൊടുക്കാത്ത ആ ദാസനോടുള്ള ബന്ധത്തിൽ അവനെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ച്. ദണ്ഡിപ്പിക്കുന്നവരാരാ? സാത്താൻ്റെ ദൂതന്മാരാ. ആ ദണ്ഡനത്തിന് അനന്തരഫലം എന്താ? ഉറക്കം കിട്ടത്തില്ല. ഉറക്കത്തിൽ കിടന്ന് എന്തൊക്കെയോ വിളിച്ചു പറയും, അല്ലേ? ഉറക്കത്തിൽ കിടന്ന് അടിക്കുകയും തൊഴിക്കുകയും ചവിട്ടുകയും. എന്താ ഇതിൻ്റെ കാരണം? എന്താ? ദൈവം ദണ്ഡിപ്പിക്കുന്നവരായി നമ്മളെ ഏൽപ്പിച്ചതിന് അനന്തരഫലമാണ്. അല്ലെങ്കിൽ എന്താ നമുക്ക് സംഭവിക്കുന്നത്? നമുക്ക് നല്ല ഉറക്കം കിട്ടും. ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എങ്ങനെയുള്ളതായിരിക്കും? അനുഗ്രഹിക്കപ്പെട്ടതും ജീവിക്കപ്പെട്ടതുമായിരിക്കും, ജീവനുള്ളതുമായിരിക്കും. ഈ ദണ്ഡനത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ എന്താ? പേടിപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഇല്ലേ? ചിലരൊക്കെ കാണാൻ ചാടി വേർത്ത് കടലിൽ എഴുന്നേറ്റിരിക്കുന്ന കാണാം പാതിരായിക്ക്. എന്താ അതിൻ്റെ കാരണം? ദൈവം നമ്മളെ ദണ്ഡിപ്പിക്കുന്നവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള അടിസ്ഥാനമാണ്, അല്ലേ? ചിലപ്പോൾ ആനയെ കാണും, പാമ്പ് ഓടിക്കുന്ന കാണും, അല്ലേ? ഉറക്കത്തിൽ കിടന്ന് ഭയങ്കര ശബ്ദങ്ങളുണ്ടാക്കും. ഇതിൻ്റെ എല്ലാം കാരണം എന്താ?
നമ്മളോട് ക്ഷമിക്കാൻ പറഞ്ഞിട്ട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ ദൈവം നമ്മളോടും ക്ഷമിക്കത്തില്ല. പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ കർത്താവതാ പഠിപ്പിച്ചേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? എല്ലാവരോടും ക്ഷമിച്ചിട്ട് വേണം കർത്താവിനോട്, കർത്താവേ എന്നോടും കരുണ തോന്നണമെന്ന് പ്രാർത്ഥിക്കാൻ. ആ ദാസനോട് ദൈവം ചോദിച്ചതാ, യജമാനൻ ചോദിച്ചതാ, എനിക്ക് നിന്നോട് കരുണ തോന്നിയതുപോലെ നിനക്ക് നിന്റെ കൂട്ടുദാസനോട് കരുണ തോന്നേണ്ടതല്ലായിരുന്നു. അങ്ങനെ കാണിക്കാതിരുന്നോണ്ട് അവനെ ദണ്ഡിപ്പിക്കുന്നവരെ ഏൽപ്പിച്ച്. അപ്പം നമ്മുടെ വഴികളിൽ ഒത്തിരി പേരെ ദൈവം കടന്നു വരാൻ അനുവദിക്കും. നമ്മളോട് ദോഷം ചെയ്യുന്നവരെ, നമുക്ക് അസ്വസ്ഥ ഉളവാക്കുന്നവരെ, അവരോട് നമ്മുടെ പ്രതികരണം എന്തായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മൾ ക്ഷമിക്കണം. അങ്ങനെ നമ്മൾ ദീർഘക്ഷമ പഠിക്കുന്നത്. ക്ഷമിച്ച് നമുക്ക് ക്ഷമിക്കാൻ ഏറ്റവും കൂടുതൽ വിഷമം ആരോടാ? നമ്മുടെ കുടുംബത്തിലുള്ളവരോടാ, അല്ലേ? ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ അയലോകക്കാരോടൊക്കെ ക്ഷമിച്ചാലും ഭാര്യയോട് ക്ഷമിക്കത്തില്ല, ഭർത്താവിനോട് ക്ഷമിക്കത്തില്ല. പക്ഷെ ഏറ്റവും ആദ്യം നമ്മൾ ക്ഷമ പരീക്ഷിക്കുന്ന തലം നമ്മുടെ കുടുംബത്തിൽ. അവിടെയാണ് നമ്മളിത് പഠിക്കുന്നത്, ക്ഷമിക്കാൻ പഠിക്കുന്നത്, ദയ കാണിക്കാൻ പഠിക്കുന്നത്, ദോഷം കണക്കിടാതിരിക്കാൻ പഠിക്കുന്നത് നമ്മുടെ കുടുംബത്തിലാണ്. ദൈവം പലപ്പോഴും ഒന്നുകിൽ നമ്മുടെ ഭാര്യമാരെ അല്ലെ ഭർത്താക്കന്മാരെ ആ നിലയിൽ ദൈവം കയ്യിൽ പിടിച്ചിരിക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നമുക്കത് അറിയാം. അവർ പാപം ചെയ്യുമ്പം ശത്രുരാജ്യങ്ങൾ അവരെ കീഴടക്കും, അവരെ ദണ്ഡിപ്പിക്കും. അവർ മാനസാന്തരപ്പെടുമ്പം ദൈവം അവരെ വിടുവിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മളും നമ്മളെ തന്നെ തകർക്കാനായിട്ടും നുറുക്കാനായിട്ടും രൂപാന്തരപ്പെടുത്താനായിട്ടുമാണ് ദൈവം സാഹചര്യങ്ങളെ അനുവദിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യും. ആ എല്ലാറ്റിനും എന്ന് പറയുമ്പോൾ എൻ്റെ അർത്ഥം എന്താ? വഴങ്ങാത്ത, അനുസരിക്കാത്ത, എപ്പോഴും കുറ്റം പറയുന്ന ഒരു ഭാര്യയ്ക്ക് വേണ്ടിയും സ്തോത്രം ചെയ്യുവിൻ. ചില വിഷമം അതല്ലേ? നല്ല കയ്പുള്ള കഷായം കുടിക്കുന്ന പോലെ. ഇനി സ്തോത്രം പറഞ്ഞാൽ പോലും ഹൃദയത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പം കർത്താവ് പറയാൻ പറഞ്ഞുകൊണ്ട് സ്തോത്രം എന്നൊക്കെ പറഞ്ഞാലും ഉള്ളിൽ നിന്നല്ല വരുന്നത്. പക്ഷെ നമ്മൾ ഉള്ളിൽ നിന്ന് പറയാൻ തുടങ്ങുമ്പോഴാണ് സ്വയത്തിന് നമ്മൾ മരിക്കാൻ തുടങ്ങുന്നത്. ആദാമ്യമായ സാത്താന്യമായ നമ്മളിലുള്ള തലങ്ങളിൽ അവിടെ നമ്മൾ മരിക്കുന്നത്. കർത്താവെ സ്തോത്രം ചെയ്യുക മാത്രമല്ല, ആ ആൾക്ക് നന്മ ഇച്ഛിക്കുകയും ആ ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാൻ തുടങ്ങുന്നിടത്താണ്. നമ്മളോട് കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. അയലോകക്കാരോടൊക്കെ ആണെങ്കിലും നമ്മൾ ക്ഷമിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ സ്വന്തം വീട്ടിലുള്ളവരോട്, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, ഭാര്യയോടുള്ള ബന്ധത്തിൽ നമുക്ക് ക്ഷമിക്കാനും പ്രാർത്ഥിക്കാനും കഴിയുന്നുണ്ടോ? ഇല്ല എന്നുള്ള കാര്യമാണ് സത്യം. നാം വഞ്ചനയിലാണ് ജീവിക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവാണ് അത്. ആത്യന്തികമായിട്ട് സൗരസന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, നമ്മളെ രൂപാന്തരപ്പെടുത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ അതേ സ്വരൂപത്തോടെ അനുരൂപപ്പെടുത്താനായിട്ടാണ്. ആ രൂപാന്തരം നമ്മുടെ മനസ്സിൻ്റെ പരിവർത്തനത്തിൽ നിന്ന് ആരംഭിക്കുന്നത്, മാനസാന്തരത്തിൽ നിന്ന് ആരംഭിക്കുന്നത്, മനസ്സിൻ്റെ പുതുക്കലിലൂടെ അത് വളരുന്നത്. അവസാനം എന്താ സംഭവിക്കുക? നമ്മൾ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുന്നത്, പുള്ളിപ്പുലിയും കുഞ്ഞാടും ഒന്നിച്ച് മേയും. ഇന്നാണേലോ ഒരു കുഞ്ഞാടിനെ പുള്ളിപ്പുലി കണ്ടാൽ എന്താ ചെയ്യുക? അന്നേരം അകത്താക്കും, ഇല്ലേ? പക്ഷെ അന്ന് സംഭവിക്കാൻ പോകുന്നത് ഒന്നിച്ച് മേയുന്നത്. നമുക്കറിയാം, ഈ ഹിംസ്ര ജന്തുക്കളൊക്കെ ആയിരുന്നു നോഹയുടെ പെട്ടകത്തിൽ കയറിയത്. ഈ പറഞ്ഞ് കടിച്ചു കീറുന്നതും തമ്മി കണ്ടാൽ കൊല്ലുന്നതും. പക്ഷെ പെട്ടകത്തിനുള്ളിൽ അങ്ങനത്തെ ഒരു മരണവും സംഭവിച്ചില്ല. അവിടെ അവരെ വളരെ സമാധാനത്തിലാണ് ജീവിച്ച്. എന്തുകൊണ്ടാണ്? ദൈവിക സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. ഇന്ന് നമ്മളെയും സഭയ്ക്കുള്ളിൽ ദൈവം അങ്ങനത്തെ ഒരു പ്രക്രിയയാണ്. ദൈവ സാന്നിധ്യത്തിൽ ഈ കടിച്ചു കീറുന്ന സ്വഭാവമുള്ളവരെ, പുള്ളിപ്പുലിയുടെയും കുഞ്ഞാടിൻ്റെയും സ്വഭാവമുള്ളവരെ ഒരു കൂട്ടായ്മ ബന്ധത്തിൽ പോകാനാണ് ശീലിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അനുസരിക്കാത്തൊരു ഭാര്യ, വഴങ്ങാത്തൊരു ഭാര്യ, ആ ഭാര്യയോട് ഒത്തുപോകാനായിട്ട് ഭർത്താവിനെ ശീലിപ്പിക്കുക ചെയ്യുന്നു. ക്ഷമിച്ച്, കരുണ കാണിച്ച്, ദോഷം കണക്കിടാതെ മുന്നോട്ട് പോകുന്ന വഴിയാണ് നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തോടെ അനുഭവപ്പെടുന്നത്. നമുക്ക് നമ്മളെ തന്നെ വഞ്ചിക്കാൻ കഴിയും. ഹൃദയത്തിൽ വെറുപ്പും പകയും കയ്പൊക്കെ വെച്ച് അകന്നു പോയിക്കൊണ്ട് നമ്മൾ കർത്താവിനെ അനുഗമിക്കുന്നത് നമുക്ക് ചിന്തിക്കാൻ കഴിയും. തിരിച്ചും അതൊരു വഞ്ചനയാണ്. നമ്മൾ ആ വഞ്ചനയ്ക്ക് അടിമപ്പെടരുന്നുള്ള ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രായോഗിക തലത്തിൽ നമ്മൾ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ വരുന്നൊരു മാറ്റമാണ്.
നമ്മൾ വളരും തോറും, മുന്നോട്ട് പോകും തോറും കൂടുതൽ താഴ്മയുള്ളവരാകുന്നു. ഇല്ല, നമ്മൾ തുടങ്ങുമ്പം ഉന്നത ഭാവമുള്ളവരായിട്ടാണ് തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വലിയ ചിന്തകളാണ് ഉള്ളത്. ഞാൻ ആ ഒരു വലിയ ചിന്ത നമ്മളിലുണ്ട്. പക്ഷെ ദൈവം നമ്മളൊരു പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ അനന്തരഫലം എന്ന് പറഞ്ഞാൽ, ഇനി ജീവിക്കുന്ന ഞാനല്ല, ക്രിസ്തു അത്ര എന്നെ ജീവിക്കുന്നു. ഞാനല്ല, ക്രിസ്തു. ഇതൊന്നും ഞാൻ ചെയ്തതല്ല, കർത്താവ് എന്നിൽ ചെയ്തതാണ്. കർത്താവ് ചെയ്തതാണ്, പിന്നെ എനിക്ക് പ്രശംസിക്കാൻ വല്ല വകയുണ്ടോ? ലഭിച്ചതല്ലാതെ നിനക്ക് എന്തുള്ളൂ? നമ്മൾ എന്തെങ്കിലും ഒരു ദൈവിക സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ ഉളവാക്കിയെടുത്തതല്ലാതെ നമുക്കത് സൗജന്യമായിട്ട് ദൈവം തന്നതാണ്, ഇല്ലേ? സൗരശാങ്കിൻ്റെ വാക്യമുണ്ട്, ദാനങ്ങളെ ചൊല്ലി വെറുതെ പ്രശംസിക്കുന്നതിൽ മരണവും തീക്കൊള്ളുകളും എറിയുന്ന ഭ്രാന്തനെ പോലാണെന്ന്. അപ്പം നമുക്ക് നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ, ക്ഷമയുണ്ടെങ്കിൽ, താഴ്മയുണ്ടെങ്കിൽ, അത് നമ്മളിൽ നിന്ന് വന്നതല്ല, ദൈവം നമുക്ക് ദാനമായിട്ട് തന്നതാണ്. നമുക്ക് ദാനത്തെ ചൊല്ലി പ്രശംസിക്കാൻ കഴിയത്തില്ല, ദാതാവിനെ ചൊല്ലിയേ നമുക്ക് പ്രശംസിക്കാൻ കഴിയത്തുള്ളൂ. പലപ്പോഴും നമ്മൾ ഇച്ചിരി വചനം അറിയുന്ന ഉടനെ നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെ വലിയ ചിന്തകളുണ്ടാകും, കുറേ വാക്യങ്ങൾ കാണാപ്പാടം പഠിച്ചു കഴിയുമ്പോൾ. പക്ഷെ ആ വാക്യം നമ്മുടെ ജീവിതത്തിൽ ജഡമായി തീർന്നെന്നുള്ളതാണ് പ്രസക്തമായൊരു ചോദ്യം. നമ്മുടെ ഉള്ളിൽ മാറ്റം വരുന്നുണ്ട്. നമ്മൾ കൂടുതൽ താഴ്മയുള്ളവർ, ക്ഷമയുള്ളവർ, കരുണയുള്ളവർ, ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാത്തവർ, അല്ലേ? ദൈവത്തെക്കുറിച്ച് നമുക്കറിയാം, അവൻ സർവ്വജ്ഞാനിയാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? അവൻ ചെയ്യുന്നതെല്ലാം 100% ശരിയാണ്. അവിടെ നമുക്ക് ദൈവത്തോടൊന്നും ചോദിക്കാൻ പറ്റത്തില്ല. യോബ് അതാ പറഞ്ഞത്, യഹോവ തന്നു, യഹോവ എടുത്തു. ബ്രദർ അത് പറഞ്ഞു. ഒരു ദിവസം തന്നെ ഈ തിരമാലി അടിക്കുന്ന പോലെ പുറകെയാണ് വന്നത്. തൻ്റെ സമ്പത്ത് നഷ്ടപ്പെടുന്നു, തൻ്റെ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടുന്നു, തൻ്റെ ശരീരം ദണ്ഡിപ്പിക്കപ്പെടുന്നു. യോബിൻ്റെ മറുപടി എന്തായിരുന്നു? യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ സർവ്വജ്ഞാനിയാണ്, അവൻ ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരിക്കലും കർത്താവിന് തെറ്റുപറ്റത്തില്ല. അവിടെ നമ്മൾ താഴ്മയുള്ളവരാണ്, നമ്മൾ എന്താ ചെയ്യുന്നത്? യോബ് ചെയ്ത് തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്ക് പരാതിയില്ല, നമ്മൾ പരാതി പറയുന്നവരാണോ എന്നുള്ളതാണ്. പക്ഷേ യോബ് ദുഃഖിച്ചില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അല്ലേ? യോബിനെ ആശ്വസിക്കാൻ വന്ന സഹോദരന്മാരൊക്കെ യോബിൻ്റെ അവസ്ഥ കണ്ടിട്ട് നമ്മളിങ്ങനെ 7 ദിവസം മിണ്ടാണ്ട് അവൻ്റെ അടുത്തിരുന്നെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇവനെ ആശ്വസിപ്പിക്കാൻ വന്നവർക്ക് 7 ദിവസം ഇവൻ്റെ അവസ്ഥ കണ്ടിട്ട് മിണ്ടാൻ പറ്റില്ല. നിശബ്ദരായിരുന്നതിന് ശേഷമാണ് സംസാരിക്കാൻ തുടങ്ങിയത്. അത്രത്തോളം ദുഃഖിതനായിരുന്നവൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെയും ജീവിതത്തിൽ ദൈവം നമ്മളെ പല വഴികളിലൂടെ കടത്തി വിടുമ്പം നമ്മൾ ദൈവത്തിൻ്റെ അധികാരത്തെ ചോദ്യം ചെയ്യാതിരിക്കുന്നിടത്താണ് നമ്മൾ താഴ്മയുള്ളവരാണെന്നുള്ളതിൻ്റെ തെളിവ്. നമുക്കതിനെക്കുറിച്ച് പരാതി പറയാനും അവകാശമില്ല. ഇതിൻ്റെ കാരണം എന്താ? നമ്മൾ ഈ കാണുന്നതൊക്കെ താൽക്കാലികമായ കാര്യങ്ങളാണ്, എല്ലാം താൽക്കാലികം. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നമുക്കതിനെക്കുറിച്ച് വളരെ കുറച്ചേ അറിയത്തുള്ളൂ, നിത്യത്തെക്കുറിച്ച്. പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ നന്ദിയുള്ളവരായിരിക്കുന്നിടത്ത്, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കുന്നിടത്ത്, അതാണ് ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നത്. ഇന്ന് പലക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ സൗരസന്മാരെ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. നമ്മൾ ദൈവത്തിൻ്റെ ആധിപത്യത്തിൻ്റെ കീഴിൽ നമുക്ക് ഇരിക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നിശബ്ദരായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിട്ട്. സങ്കീർത്തനത്തിൻ്റെ വാക്യമുണ്ട്, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും ചെയ്യുന്നു. ദൈവത്തെക്കുറിച്ച് നിയമത്തിൽ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ധന്യനായ ഏകാധിപതി എന്നാണ്. ഏകാധിപതികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സകലത്തെ അടക്കി തൻ്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്യുന്നവരാ. പക്ഷെ അതിനിപ്പുറത്ത് ദൈവത്തിന് വേറൊരു പദപ്രയോഗമുണ്ട്, ധന്യനായ ഏകാധിപതി എന്ന് പറഞ്ഞാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടൊരു ഏകാധിപതി. അവൻ്റെ ഏകാധിപത്യത്തിൽ അവൻ ചെയ്യുന്നതെല്ലാം ആത്യന്തികമായിട്ട് നമ്മുടെ നന്മയ്ക്കുള്ള, നമ്മുടെ തിന്മയ്ക്കായിട്ടൊന്നും ചെയ്യത്തില്ല. നമ്മൾ പലപ്പോഴും പാട്ടൊക്കെ പാടുമ്പോൾ നമ്മൾ പാടാറുണ്ട്, ദോഷമായിട്ട് ഒന്നും എൻ്റെ പ്രിയൻ എന്നോടൊന്നും ദോഷമായിട്ടൊന്നും ചെയ്യത്തില്ല, എന്നെ അവൻ അടിച്ചാലും. ഈ അടി സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. നമുക്കതങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. അടി കിട്ടുമ്പം കർത്താവേ നന്ദി എന്ന് പറയാനായിട്ട് കഴിയുന്നുണ്ടോ? നമുക്ക് നമ്മുടെ വിളി അതിനു വേണ്ടിയിട്ടാണ്. നമ്മൾ കർത്താവിനെ അറിഞ്ഞു എന്നുള്ളതിൻ്റെ തെളിവ് അതാണ്. ഈ അറിവ് നമുക്ക് വർദ്ധിച്ചു വരുംതോറും നമ്മൾ ആന്തരികമായിട്ട് സമാധാനം സ്വസ്ഥതയുള്ളവരായിരിക്കും, ദൈവത്തിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുന്നവരായിരിക്കും. നമ്മൾ ഈ ഒരു വിളിയാണ് വിളിച്ചിരിക്കുന്നത്. നമുക്ക്
കാമ്പില്ലാത്ത പല കാര്യങ്ങളിലും പ്രശംസിക്കാനായിട്ട് കഴിയും അല്ലേ? ഒരു വലിയ ബലൂൺ നമ്മൾ ഈ ആകാശത്തൊക്കെ പറത്തി വിടുന്ന, കാറ്റ് നിറച്ച് പറത്തി വിടുന്ന ബലൂൺ കാണും, ഭയങ്കര വലിപ്പമുള്ള ബലൂണുകൾ. പക്ഷെ അതിന് കാമ്പൊന്നുമില്ല. അതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത്? കുറേ വായു മാത്രമുള്ളൂ. ഒരു ചെറിയ സൂചി കുത്തിയാൽ അതിൻ്റെ വലിപ്പം പോയത് തീരെ എന്ന് പറഞ്ഞ പോലെ നമുക്ക് തന്നെ നമ്മളെക്കുറിച്ച് ഉന്നത ചിന്തകൾ കാണും. പക്ഷെ ആ സമയത്ത് ദൈവം ചെറിയ ഓരോ കുത്തു തരും. അന്നേരം നമുക്ക് മനസ്സിലാകുന്നത്, ഞാൻ ഒന്നുമില്ലല്ലോ കർത്താവ്, ഞാൻ വിചാരിച്ച പോലൊന്നുമല്ല ഞാൻ പരാതി പറയുന്നവനും കുറുകുറുക്കുന്നവനും ആത്മീയമായ കാമ്പ് ഒട്ടുമില്ലാത്തവനാണെന്നുള്ള തിരിച്ചറിവ് അന്നേരം തരുന്നത്. എന്തിനു വേണ്ടിയാണ് ദൈവം അങ്ങനെ തരുന്നേ? നമ്മൾ സുബോധം പ്രാപിച്ച് മടങ്ങി വന്നിട്ട് ഒരു യഥാർത്ഥ പണിയിൽ പങ്കാളികളായി തീരാനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ദൈവം നമ്മളെ കടത്തിവിടുന്ന വഴികളിലെല്ലാം നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം. നമുക്കറിയാം, മിര്യാമിൻ്റെ നേതൃത്വത്തിൽ ഫറവോനും സൈന്യത്തെയും ചെങ്കടലിൽ മുക്കി കളഞ്ഞപ്പോൾ ഒരു വലിയൊരു ആരാധന കഴിച്ചവിടെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ സ്തുതിച്ചു. പക്ഷെ മിനിറ്റുകൾ നീണ്ടു നിന്നുള്ളൂ. അടുത്ത ഘട്ടം അവർക്ക് ദാഹിച്ചവർ പിറുപിറുത്തു, തപ്പൊക്കെ താഴെ വെച്ചു, ഡാൻസൊക്കെ പോയി. നമ്മളെങ്ങനെയായിരിക്കുന്നു? നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്, നമ്മൾ ഒരു ഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നുണ്ട് ഉത്തമഗീതത്തിൽ, തെന്നിക്കാറ്റ് വരിക. രണ്ടു തരം കാറ്റിനെക്കുറിച്ചാണ് പറയുന്നത്. ഒന്ന് പ്രതികൂലത്തിൻ്റെ കാറ്റ്, ഒന്ന് അനുകൂലത്തിൻ്റെ കാറ്റ്. ഈ രണ്ടാണേലും അവിടെ പറഞ്ഞിരിക്കുന്നത്, എൻ്റെ പ്രിയൻ എൻ്റെ തോട്ടത്തിൽ വന്ന് എൻ്റെ സുഗന്ധം അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞാൽ എന്താ? പ്രതികൂലം വരുമ്പോഴും ദൈവത്തെ സ്തുതിക്കുന്നവർ, അനുകൂല സാഹചര്യത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവർ. നമ്മളെങ്ങനെ ആയിരിക്കുന്നു? നമ്മൾ അനുകൂലങ്ങളിൽ ദൈവത്തെ സ്തുതിക്കുന്നവരാണ്. പക്ഷെ പ്രതികൂലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അങ്ങനെ ആണോ? നമ്മളെ തന്നെ ശോധന ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദൈവേഷ്ടത്തിന് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം. അതിനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.